Welcome back to our Python function series. Today we are diving into map function and lambda function in Python. So let's start with the basics. ലിസ്റ്റ് ടപ്പിൾ പോലുള്ള IEEE ഓരോ ഐറ്റത്തിലേക്കും ഒരു ഗിവൻ ഫംഗ്ഷൻ വിച്ച് ക്യാൻ ബി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അങ്ങനെ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മാപ്പ് ഫംഗ്ഷൻ നമുക്ക് ഒരു മാപ്പ് ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്ത് തരിക. സോ അതിലെ റിസൾട്ട് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അത് നമുക്കൊരു ലിസ്റ്റിലോ ടപ്പിളിലോ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഡബിൾ എന്ന് പറഞ്ഞൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പം ഡബിളിൽ ഞാൻ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് എക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എക്സ് എന്താണോ കയറുന്നത് ആ എക്സ് എനിക്ക് സ്ക്വയർ ചെയ്തിട്ട് വാല്യൂ റിട്ടേൺ ചെയ്ത് തരണം. അതാണ് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വരുന്നത്. ഞാനൊരു നമ്പർ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഞാനിവിടെ ഒരു മാപ്പ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഈ മാപ്പ് ഫംഗ്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നമ്പർ 10, 20, 30 എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഓരോ ഐറ്റവും എനിക്ക് ഡബിൾ ചെയ്ത് കിട്ടണം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പം ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് മാപ്പ് ഫംഗ്ഷൻ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും. സോ മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ ലൈനിലൂടെ നമുക്കിത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഡബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ഞാൻ ഒരു മാപ്പ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ആദ്യം നമ്മൾ മാപ്പ് ഇടാം. എന്നിട്ട് അതിൽ ആദ്യത്തെ പാരാമീറ്റർ വരുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ പേരാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ പേര് ഡബിൾ എന്നാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് ആ ലിസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആ ടപ്പിളിൻ്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളിവിടെ നമ്പർ എന്ന് പറഞ്ഞ ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പേരും കൊടുക്കുന്നു. ഇത്രയാണ് മാപ്പ് ഫംഗ്ഷനിൽ വരുന്നത്. പക്ഷേ നമ്മളിത് ഡയറക്റ്റ് ഡബിൾഡ് എന്ന് പറഞ്ഞ ആ ഒരു വാരിയബിൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാനായിട്ട് പറ്റത്തില്ല. ഞാനിവിടെ കാട്ടിത്തരാം. ഞാനിപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യാണ്. പ്രിൻറ്റ് ഡബിൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒബ്ജക്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. കണ്ടോ, ഇവിടെ ഒരു മാപ്പ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പം നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ലിസ്റ്റിലേക്ക് ഇടണം. ഞാനിവിടെ ഒരു ലിസ്റ്റിലേക്ക് ഇടാൻ പോവാണ്. ഇനി നമ്മൾ വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കൊടുത്ത ആ ലിസ്റ്റിലെ ഓരോ നമ്പേഴ്സും സ്ക്വയർ ചെയ്തിട്ടുള്ള ആൻസർ കാണാനായിട്ട് പറ്റും. അടുത്തത് നമുക്ക് ലാംഡ ഫംഗ്ഷൻസ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലാംഡ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന അനോണിമസ് ഫംഗ്ഷനെയാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാപ്പിൻ്റെ കൂടെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഒരു ഷോർട്ട് ആൻഡ് സിമ്പിൾ വൺ ടൈം ഓപ്പറേഷൻ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്പെടുന്നതാണ്. So in the following example, I am going to replace the double function with lambda function to do the same job. ഇതിൽ ഞാൻ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒഴിവാക്കണം. എന്നിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ ഡബിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ലാംഡ ഫംഗ്ഷൻ കൊണ്ടുപോയിടാണ്. ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ലാംഡ എന്ന കീവേഡ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കൊടുക്കുന്ന പാരാമീറ്റർ, ഇപ്പം എക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന പേര് കൊടുക്കുക. അതിനുശേഷം ആ എക്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പോൾ സ്ക്വയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആ ഫംഗ്ഷൻ കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ലാംഡ ഫംഗ്ഷൻ തീർന്നു. ഇനി നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം ആൻസർ കിട്ടും. നമ്മുടെ നമ്പർ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഓരോ വാല്യൂസും സ്ക്വയർ ചെയ്തിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത് നമുക്കൊരു ക്വിക്ക് ഇൻലൈൻ ട്രാൻസ്ഫോർമേഷൻ വേണ്ട സ്ഥലത്ത് മാപ്പ് ആൻഡ് ലാംഡ ഫംഗ്ഷൻ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. So that's all about today's video, guys, and if you found this video helpful, please like, subscribe and hit the bell icon for notification on our upcoming Python tutorials. See you in the next video.